ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 2 ഫ്രൂട്ട് പ്ലാന്റുകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്ന് നമ്മളെ റംബൂട്ടാനും അതേപോലെ ഒന്ന് മാംഗോസ്റ്റിനുമാണ്. 2 ചെറിയ തൈകളാണ്. ഒന്ന് ബഡ് ചെയ്ത തൈയാണ് നമ്മളെ റംബൂട്ടാൻ. 2 നമ്മൾ നടാൻ പോകണം. അപ്പോൾ നടുന്ന ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വളമൊക്കെ ചെയ്താണ് നടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. തന്നെ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. റംബൂട്ടാൻ്റെ ഇലകളൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ചെടിയാണ്. നമ്മൾ നട്ടുകൊടുത്തിട്ട് ഏകദേശം 6 വർഷമായി. പക്ഷേ ഇതിൽ ഇതുവരെയും കായ്കളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കായകളായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ തലഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് പാർന്നു പോയിട്ടുള്ളത്. ഇനി ഇതിനൊരു അതേപോലെ നമ്മൾ ബഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റംബൂട്ടാനാണ് ഇതിൽ ബഡ് ചെയ്തിട്ടുള്ളത്. 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. അതേപോലെ ചെറിയൊരു മാവിൻ്റെ തൈ ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ മറ്റൊരു മാവിൻ്റെ ചെറിയ കാഴ്ച മാവിൻ്റെ കൊമ്പ് ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു മുള വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 3 ആഴ്ചകളായിട്ടുണ്ട്. ഇതും ആ ഒരു മാവിൽ തന്നെയാണ്. 2 കൊമ്പുകളിലും 2 വെറൈറ്റിയാണ് ബഡ് ചെയ്തിട്ടുള്ളത്. റംബൂട്ടാൻ നടാനാണ് നമ്മൾ ആദ്യം ഒരു വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചിലകൾ അതേപോലെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ റംബൂട്ടാൻ്റെ തൈ നടാൻ പോകുന്നത്. തൈ നടുന്നതിന് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നടാൻ. അത്യാവശ്യം നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് കുഴിയെടുത്തിട്ടുണ്ട്. തൊട്ടടുത്തൊരു പപ്പായ തൈ ഉണ്ട്, അത് നമ്മൾ നോക്കിയിട്ടില്ല. ആദ്യം കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുന്നത്. മണ്ണിന് ഈർപ്പം കിട്ടാനും അതേപോലെ നല്ല വളമാണ്. ചാണകപ്പൊടിയാണ് ഇടുന്നത്, ഉണങ്ങിയ ചാണകപ്പൊടി. നമ്മൾ ഇതിപ്പോൾ ഏകദേശം 3/4 ചാക്കുണ്ട്, അതിൻ്റെ പകുതികൾ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. നടുഭാഗത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ റംബൂട്ടാൻ്റെ ഗ്രോ ബാഗ് ഇറക്കി വയ്ക്കുകയാണ്. ഗ്രോ ബാഗ് റിമൂവ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. അധികം താത്തി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ലെയറിൻ്റെ അടിവശത്ത് നിന്ന് തൈകൾ ഇല്ലാത്ത രീതിയിൽ വരാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില റംബൂട്ടാൻ്റെ അടിവശത്ത് നിന്ന് തൈകൾ വരും, അത് കട്ട് ചെയ്ത് മുകളിലേക്കുള്ള തൈകൾ മാത്രം നിർത്തിയാൽ മതി. തൈ നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് എടുത്ത് നമ്മളെ കുഴിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചുറ്റും കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ റംബൂട്ടാൻ ചുറ്റും ചകിരികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വളം ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വിട്ടിട്ട് നമ്മളെ മാംഗോസ്റ്റിൻ അതും വെച്ച് മൂടാനുണ്ട്. നല്ല തണുപ്പുള്ള ഏരിയയിലാണ് ഈ മാംഗോസ്റ്റിൻ വളരുക. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചകിരി അടിവശത്ത് ഇതേപോലെ ഇട്ടിട്ടുണ്ട്, മരാത്തിയിട്ടിട്ടുണ്ട്. വേനലിലൊക്കെ നല്ല രീതിയിൽ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചാണകപ്പൊടി ചെയ്തു. ഇനി ദിവസം മണ്ണ് കൂടി ഇട്ട് സെറ്റ് ചെയ്യാനുള്ളൂ. അതേപോലെ ഇത് നമ്മൾ കുറച്ച് മുന്നേ വാങ്ങി വെച്ചൊരു ചെടിയാണ്. അതിൻ്റെ ചുവട് ഒന്ന് ഇളക്കി മണ്ണ് നീക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടി ഇടുന്നുണ്ട്. ഇത് മാംഗോസ്റ്റിൻ ആണോ അതോ നമ്മളെ വാളൻപുളി ആണോ എന്നുള്ളത് കൺഫേം അല്ല. ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാംഗോസ്റ്റിൻ്റെ അതേപോലത്തെ ലീഫുകളാണ് വന്നിട്ടുള്ളത്. പക്ഷേ വാളൻപുളിക്കും ഈ ഒരു രീതിയിലാണ് ഉണ്ടാകാൻ തോന്നുന്നു. ഇത് അത്യാവശ്യം 6 അടിയോളം ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ വെച്ച് കൊടുത്തത് പപ്പായ തൈകളാണ്. കുറേ ഫ്രൂട്ട് പ്ലാന്റുകൾ കൂടെ തന്നെ പപ്പായ തൈകളുണ്ട്. ഇത് എഗ് ഫ്രൂട്ടിൻ്റെ മരമാണ്. ഇതിൽ കായ്കൾ ഉണ്ടാവാറുണ്ട്. എപ്പോഴും കായ്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല വലിപ്പം വയ്ക്കും. ഒരു ആപ്പിളിൻ്റെ അത്രയൊക്കെ വലിപ്പം വയ്ക്കും. കുറേ കായ്കളുണ്ട് മുകളിലേക്കൊക്കെ. നമ്മൾ മുറിച്ച് വിട്ടിരിക്കുകയാണ്. അതേപോലെ ഇത് അവക്കാഡോയാണ്. ഇതും അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്.
നല്ല ബഡ് ചെയ്ത തൈയാണ്. അതുകൂടാതെ കുറച്ച് ചേന കൃഷി, വലിയ ചേനകളുണ്ട്, നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വളം ചാണകപ്പൊടിയൊക്കെ തന്നെയാണ്. ചാണകപ്പൊടിയും നമ്മളെ കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. കൃഷി ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ വാങ്ങി നട്ടതാണ് ഇന്ന് വീഡിയോയിലൂടെ പങ്കുവച്ചത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.